വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു അനോണിമസ് ലെറ്റർ റീഡിംഗ് സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കുറച്ചധികം മെസ്സേജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് മെസ്സേജസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തെടുത്ത ഒരു മെസ്സേജാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ്, കുറച്ച് നാളുകളായി ആരോടും പറയാൻ പറ്റാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്. ആരോടെങ്കിലും തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. എന്തായാലും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഒരു അവസരം അല്ലെങ്കിൽ മനസ്സിലുള്ള വിഷമങ്ങൾ തുറന്ന് പറയാനൊരു അവസരം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. ശരിക്കും എനിക്ക് ഞാൻ നല്ലൊരു ലിസണറാണെന്ന് ഞാൻ എപ്പോഴും പറയും. ലിസണറാണ്, അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നത്, നല്ല ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യം അത് സന്തോഷമുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ വിഷമമുള്ളതായിക്കോട്ടെ, ഏത് രീതിയിലുള്ള കാര്യമായിക്കോട്ടെ, അത് നമ്മൾ പറയുമ്പോൾ കേൾക്കാൻ നമുക്ക് ഓപ്പോസിറ്റ് ഒരാളില്ലാതാവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പണായിട്ട് പറയാം, അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും ആരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം. എന്തായാലും എല്ലാം വായിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ വായിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അയക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് വരുന്നുണ്ട്. അതിന് എല്ലാം ഒന്നും ജെന്യുവൻ അല്ല, കുറച്ചൊക്കെ തമാശ ആയിട്ട് ചിലപ്പോൾ എൻ്റെ സർക്കിളിലുള്ള ആൾക്കാർ തന്നെ അയക്കുന്നതായിരിക്കാം. അപ്പോൾ ഞാൻ വായിച്ചതിൽ എനിക്ക് ജെന്യുവൻ ആണെന്ന് തോന്നിയ ഒരു ലെറ്ററാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റ് ലെറ്റേഴ്സ് വന്നിട്ടുള്ളതൊക്കെ ഞാൻ വായിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. അപ്പോൾ എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് വായിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഞാൻ ഓരോ ദിവസമായിട്ട് വായിച്ച് എല്ലാം വീഡിയോ ഇടുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. കഴിഞ്ഞ 3 മാസമായി അവർ തമ്മിൽ ഇഷ്ടത്തിലായിട്ട്. അവർ തമ്മിൽ റിലേഷനിലായ ശേഷമാണ് എനിക്ക് അവളെ എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് മനസ്സിലായത്. ചിലപ്പോഴൊക്കെ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. ഇനി ഈ ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി അത് തുറന്നു പറയാനും എനിക്ക് പറ്റില്ല. അവർ രണ്ടുപേരും എനിക്ക് അത്രയും ഇഷ്ടമുള്ള 2 വ്യക്തികളാണ്. ആ ഇഷ്ടം ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ മറുപടി എന്താകുമായിരുന്നു എന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അത് ആർക്കായാലും നമ്മളിങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് എന്തായിരുന്നായിരിക്കും അവരുടെ മറുപടി, അല്ലെങ്കിൽ ഞാനിത് പറയുന്ന സമയത്ത് അവരെന്തായിരിക്കും തിരിച്ച് പറയുക, അവരുടെ മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇപ്പം അതിന് പറ്റിയ ഒരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വായിച്ച ലെറ്റർ. വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി. ഞാൻ ആ സെയിം ഒരു സിറ്റുവേഷനിലൂടെ കടന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനായിട്ടൊരു സമയം വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യാതെ നമുക്ക് എപ്പോഴാണ് പറയാൻ തോന്നുന്നത് ആ സമയത്ത് പോയി പറയാം. അപ്പം നമുക്ക് ആരോടെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ട്, ഇതുപോലെ ഒരു ഇഷ്ടം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയം വരട്ടെ അല്ലെങ്കിൽ ഒരു സാഹചര്യം വരട്ടെ എന്ന് നോക്കിയിരിക്കാതെ നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പറയാൻ പറ്റും അത്രയും പെട്ടെന്ന് പറയാനുള്ളത്. ഒരു യെസ് ആയാലും ഒരു നോ ആയാലും തന്റെ മറുപടി എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് നമ്മളത് ഓപ്പണായിട്ട് പറയാമെന്നുള്ളതാണ്. മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. കാര്യം ഇതിപ്പം കുറേ നാൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് ഇപ്പം അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായപ്പോഴാണ് എനിക്ക് ആ ഒരു ഇഷ്ടം അത്രത്തോളം മനസ്സിലായത് എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. കാര്യം അങ്ങനെ ഒരു ഇഷ്ടം ഓൾറെഡി മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ അത്രത്തോളം ഇഷ്ടമായിരുന്നു അതിന് ശേഷം മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിലും അത് സ്പോട്ടിൽ ആരോടായാലും പറയാം. കിട്ടുന്നത് യെസ് ആയിക്കോട്ടെ നോ ആയിക്കോട്ടെ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം നമ്മളത് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായ ശേഷം ഇയാൾ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ വിഷമം എത്രത്തോളം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കാതെ നേരത്തെ പറയാമായിരുന്നു. ഇനിയിപ്പം എന്താണ് അത് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ചിലപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ ബ്രേക്ക് ഉണ്ടാക്കും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് അതിൽ വലിയ യൂസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് മറക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ പറയുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ നമ്മളിങ്ങനെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നുകയാണ്. അപ്പോൾ അത് ഓപ്പണായിട്ട് പറയുന്ന സമയത്ത് ചില ഫ്രണ്ട്ഷിപ്പിലോട് ബ്രേക്ക് ആയിരിക്കാം. അത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ നമ്മൾക്ക് എങ്ങനെയാണ് റിയാക്ഷൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു യെസ് ആവാം, ചിലപ്പോൾ ഒരു നോ ആവാം, ചിലപ്പോൾ നമ്മൾ പറയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ശരിക്കും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് ചെന്ന് പറയാം എന്നുള്ളതാണ്. പറയുന്നത് പ്രത്യേകിച്ച് പറയുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും തോന്നുന്നില്ല. മനസ്സിലിട്ട് വീർപ്പുമുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുക എന്നുള്ളതിനെക്കാട്ടിയും ഏറ്റവും ബെറ്റർ ഓപ്പണായിട്ട് പറയാന്നുള്ളതാണ്. ഈ പുള്ളിക്ക് ഇത് ഇഷ്ടം തോന്നിയ സമയത്ത് നേരെ ഡയറക്റ്റ് പോയി പറഞ്ഞിരുന്നു എങ്കിൽ ഇപ്പം ഇത്രത്തോളം ഇഷ്ടം അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഇപ്പം ഈ റിലേഷനിലാണെന്ന് പറയുന്ന ഈ 2 വ്യക്തികൾ ആളുടെ
ഫ്രണ്ട്സ് നല്ല നല്ല 2 സുഹൃത്തുക്കളാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സുഹൃബന്ധം ഇരിക്കവേ ഇനി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഇപ്പോൾ ഈ പറഞ്ഞത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല ഇനി ഒരാൾക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത് ഈ മെസ്സേജ് അയച്ച ആളിനോടാണ്. എന്തായാലും സംഭവിക്കാനുള്ളത് ഇവിടെ വരെ സംഭവിച്ചു. മനസ്സിൽ ഇനിയെങ്കിലും ഇങ്ങനൊരു ഇഷ്ടം തോന്നുന്ന സമയത്ത് ആരുടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് കാര്യം പറയാമെന്നുള്ളതാണ്. അത് ആരായാലും അങ്ങനെ തന്നെ ചെയ്യുക. പിന്നീടൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല എന്ന് വരാം. അതുകൊണ്ട് നമുക്ക് ആരുടെങ്കിലും ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓപ്പണായിട്ട് പറയാം. ഇനി അത് ആലോചിച്ചുകൊണ്ടിരുന്ന് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് കണ്ട് വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവർ അവരുടേതായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ്. അപ്പോൾ ചേട്ടൻ്റെതായ ലൈഫിൽ ചേട്ടനാണോ അനിയനാണോ എനിക്കറിയില്ല. അപ്പം നിങ്ങളെന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഹാപ്പിനെസ് എന്ന് തോന്നുന്നത് അതുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത് ചിലപ്പം അതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ളത് വരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുക. ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അത്രയും വേണ്ടാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിലും ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ചേട്ടൻ അതൊക്കെ മറന്ന് സന്തോഷമായിട്ട് അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ അൺടോൾഡ് ലവ് അതുപോലെ തന്നെ വൺ സൈഡ് ലവ് ഒക്കെ എത്രമാത്രം പെയിൻഫുൾ ആണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എങ്കിലും കുറച്ചൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ട്രൈ ടു മൂവ് ഓൺ. അതല്ലാതെ ഇപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ സീക്രട്ട് ലെറ്റർ റീഡിങ് സീരീസിൽ ഫസ്റ്റായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ഒരുപാട് കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വായിച്ച മെസ്സേജിൽ ആ പുള്ളിക്ക് എന്തെങ്കിലും ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് എന്താണെന്നുള്ളത് അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എന്നോട് അനോണിമസ് ആയി ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഞാനുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ ഇനി വന്ന് കിടക്കുന്ന കുറച്ച് മെസ്സേജുകൾ ജെന്യുവനാണെന്ന് തോന്നുന്നത് മാത്രം ഞാൻ വായിക്കും. അത് മാത്രമായിരിക്കും ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ അനോണിമസ് ലെറ്റർ റീഡിംഗ് സീരീസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ആൻഡ് ഇത് ബൈ ഫ്രം ദിവ്യ.